ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ഞാനിവിടെ പരിപ്പ് പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ പരിപ്പ് പായസത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ 1/2 കിലോ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വെച്ച പരിപ്പാണ്. പിന്നെ നമുക്കിതിക്ക് ഈ പരിപ്പ് വേവിച്ചത് 3-ാം പാലാണ് വേവിക്കുന്നത്. തേങ്ങ എടുത്ത പാലാണ്. ഇത് 1-ാം പാലാണ്, ഇത് 2-ാം പാല്, ഇത് 3-ാം പാല്. ഈ 3-ാം പാലാണ് നമ്മൾ ഇത് പരിപ്പ് വേവിക്കാൻ പോണത്. വറുത്തതിന് ശേഷം 3-ാം പാലിലാണ് പരിപ്പ് വേവിക്കാൻ പോണത്. പിന്നെ ഇതിക്ക് വേണ്ട സാധനങ്ങൾ, ഇത് നമ്മൾ ഏലയ്ക്ക് പഞ്ചസാരയും പൊടിച്ചതാണ്. ഇത്തിരി ഉപ്പ് വേണം. തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാനാണ്. ഇത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്. ഇതിൽ 1 കിലോ ശർക്കര ഉണ്ട്. നമ്മൾ ആവശ്യാനുസരണം ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പരിപ്പ് ഒന്ന് നന്നായി വറുത്തെടുക്കണം. അപ്പം ഞാൻ പരിപ്പ് വറുക്കാൻ പോവുകയാണ്. ഗ്യാസ് ഓണാക്കി ചട്ടി അടുപ്പിൽ വെക്കുന്നുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. നന്നായി വറുത്തെടുക്കട്ടെ കേട്ടോ. നന്നായിട്ട് വറുത്ത് കിട്ടണം പരിപ്പ്. നമ്മൾ കടിക്കുമ്പോൾ അങ്ങനെ പൊട്ടണം, അല്ലെങ്കിൽ നമുക്ക് പരിപ്പ് പായസം ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ഈ പരിപ്പ് നമ്മൾ നന്നായി ഇളക്കി കൊടുത്ത് ഒരേപോലെ ആയിട്ട് പരിപ്പിനെ കടിച്ചിട്ട് പൊട്ടിക്കണം കേട്ടോ. പൊട്ടണം, എന്നാലേ നമ്മളെ പായസത്തിന് രസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് പിന്നെ പൊടിഞ്ഞു പോവുകയും ചെയ്യുള്ളൂ. കുക്കറിലാണ് നമ്മൾ പരിപ്പ് വേവിക്കുന്നത്. നമ്മൾ 3-ാം പാലിലാണ് കേട്ടോ പരിപ്പ് വേവിക്കുന്നത്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കര ഇടാൻ പോവാണ്. ശർക്കര ആയി വരുമ്പോഴേക്ക് കുക്കറൊക്കെ തുറന്നു കേട്ടോ. തുറന്ന് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊരു കടായിക്ക് മാറ്റാണ്. കുക്കറിൽ പായസം, കടായിലാണ് പായസം ശരിയാക്കുന്നത്. ഒരു കടായി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ശർക്കരപ്പാനി ഒഴിക്കണം. നമുക്ക് ആവശ്യത്തിന് ശർക്കരപ്പാനി ഒഴിച്ചാൽ മതി. നമ്മൾ ശർക്കരയും പരിപ്പൊന്ന് നന്നായിട്ട് യോജിച്ച് വരട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല പരിപ്പും ശർക്കരയും കൂടി നന്നായി മിക്സ് ആയത് നമുക്ക് നല്ല മധുരമൊക്കെ കിട്ടുള്ളൂ. ഇത് നന്നായി തള വന്നിട്ടുണ്ട്. പരിപ്പും ശർക്കരയും കൂടി നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ 2-ാം പാൽ ഒഴിക്കാൻ പോവാണ് കേട്ടോ. രണ്ടാം പാലൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ 1-ാം പാൽ ഒഴിക്കുക കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പായസം തിളക്കരുത് കേട്ടോ. പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്യണം.
ഒന്നാം പാല് ഇറക്കിയതിന് ശേഷം ഏലക്കാപ്പൊടി ഇടുന്നത്. എന്നാലേ നമുക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. നമ്മൾ പായസം ഇറക്കി കഴിഞ്ഞിട്ട് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പായസം ഇറക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏലക്കാപ്പൊടി പഞ്ചസാര കൂടി മിക്സ് ഇടണം കേട്ടോ. എന്നാലേ നമുക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. അത് നമുക്ക് നെയ്യിൽ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. നെയ്യ് ചൂടേണ്ടത് നമുക്ക് ഈ തേങ്ങ കൊത്തുന്നിട്ട് കോരിയെടുക്കാം കേട്ടോ. നെയ്യിൽ കോരിയെടുക്കാം. നമ്മൾ തേങ്ങാക്കത്തൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടാം. മുന്തിരി ഇടാം. ഇതൊക്കെ നന്നായിട്ട് ചോത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഈ പായസം ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കണേ. ഈ പായസം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.